ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായി ഇ.ഡി കസ്റ്റഡിയിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമായി സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കുമെന്നൊരു സൂചന നൽകിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കാനും പരിഗണിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നും അതിന് തയ്യാറെടുത്തുകൊള്ളാനും ഇ.ഡിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ അധ്യക്ഷരായ രണ്ടംഗ ബെഞ്ചാണ് ഈ നിർണായകമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ ഇ.ഡി എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം പുറത്തു വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള വിശദീകരണം സുപ്രീം കോടതിയിൽ നൽകിയ ദിവസമായിരുന്നു. ആ വിശദീകരണത്തിൽ സുപ്രീം കോടതി തൃപ്തരല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ഇനി വരുന്ന മെയ് 7-ന്, അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് സുപ്രീം കോടതി ഈ കേസ് അടുത്ത് പരിഗണിക്കാനിരിക്കുന്നത്. അന്ന് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു വിധി, അതായത് ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചേക്കാനുള്ള സാധ്യതയും സുപ്രീം കോടതി ഈ നിരീക്ഷണങ്ങളിലൂടെ നൽകുന്നുണ്ട്. സുപ്രീം കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം, ഇത് ഇലക്ഷൻ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം നൽകുകയെങ്കിൽ അത് നൽകാൻ സാധ്യത എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ.ഡി അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റിന് കാരണമായ ഡൽഹി മദ്യനയ അഴിമതി കേസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഡൽഹി മദ്യനയ അഴിമതി കേസ് ആരംഭിക്കുന്നത് 2021 നവംബർ 17-നാണ്. അന്നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത്. ആ മദ്യനയത്തിന്റെ ലക്ഷ്യങ്ങളായ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉയർത്തി കാണിച്ചത്, ഒന്ന്, സർക്കാരിന്റെ ലാഭം, മദ്യവിൽപ്പനയിലെ ലാഭം വർദ്ധിപ്പിക്കുക; രണ്ട്, മദ്യമാഫിയയുടെ സ്വാധീനം കുറയ്ക്കുക, കരിഞ്ചന്ത ഇല്ലാതാക്കുക. ഈ ലക്ഷ്യങ്ങളോടെയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ മദ്യനയത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്നാമത്തെ ആരോപണം, സർക്കാർ പൂർണ്ണമായും മദ്യവിൽപ്പനയിൽ നിന്നും പിന്മാറി; രണ്ട്, സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും മദ്യവിൽപ്പന കൈമാറി എന്നത് തന്നെയാണ്. മൂന്നാമത്തെ ആരോപണം മദ്യത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചാണ് ഉയർന്നു വന്നത്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നതോടെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന ആരോപണവുമായി ബി.ജെ.പിയും കോൺഗ്രസും രംഗത്ത് വരികയുണ്ടായി. ബി.ജെ.പി അവിടുത്തെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറിന് പരാതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഡൽഹി ബി.ജെ.പി ഘടകത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിലാണ് അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കുന്ന പ്രധാന കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന്, ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. രണ്ട്, ലൈസൻസ് ഫീസിൽ 144.36 കോടി രൂപയുടെ ഇളവ് ആം ആദ്മി പാർട്ടി സർക്കാർ ലൈസൻസുകൾക്ക് ചെയ്തു നൽകിയതായി ഈ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയുണ്ടായി. ആദ്യം ഈ കേസ് അന്വേഷണം ആരംഭിക്കുന്നത് CBI ആണ്. CBI അതിൻ്റെ അറസ്റ്റും റെയ്ഡും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇ.ഡിയുടെ കടന്നുവരവ്. ഇ.ഡി ഈ കേസ് ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ വളരെ വേഗത്തിലായി മാറുന്നത് കണ്ടു. ആദ്യം അറസ്റ്റിലാവുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ രണ്ടാമനെന്ന് വിളിക്കാൻ കഴിയുന്ന, ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനെന്ന് വിളിക്കാൻ കഴിയുന്ന ഡൽഹി എക്സൈസ് മന്ത്രിയും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയുടെ അറസ്റ്റിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാവും അറസ്റ്റിലായി. അത് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗിന്റെയും അറസ്റ്റിനും ശേഷം BRS നേതാവായിട്ടുള്ള K കവിതയുടെ അറസ്റ്റിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇലക്ഷന് തൊട്ടു മുമ്പ്, അതും ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരുന്ന അന്ന്, ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ബി.ജെ.പിയുടെ കീഴിൽ വരുന്ന കേന്ദ്ര ഏജൻസികൾ കാണിച്ച തിടുക്കം അന്ന് മുതലേ വലിയ ചർച്ചയായിരുന്നു.
എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു അനുകൂല നിരീക്ഷണം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ അന്തിമ തീർപ്പ് മെയ് 7-ാം തീയതി അറിയാൻ സാധിക്കും. മെയ് 7-ാം തീയതി ചിലപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്.